മധുര സംഗമം 1983 SSLC ബാച്ച് കൂട്ടായ്മയുടെ രണ്ടാം ഘട്ട യോഗം ബിന്ദുസാഗറിന്റെ വസതിയിൽ വെച്ച് നടന്നു. ബാലകൃഷ്ണ കമ്പത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ദിനേശ് ഷേണായി സ്വാഗതം ആശംസിച്ചു. മധുര സംഗമം 1983 SSLC ബാച്ച് കൂട്ടായ്മയുടെ രണ്ടാം ഘട്ട യോഗം ബിന്ദുസാഗറിന്റെ വസതിയിൽ വെച്ച് നടത്തി. ബാലകൃഷ്ണ കമ്മത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ദിനേശ് ഷേണായി സ്വാഗതം ആശംസിക്കുകയും ബാലകൃഷ്ണ കമ്മത്ത് അധ്യക്ഷത പ്രസംഗവും നടത്തി. കൂട്ടായ്മയുടെ ലക്ഷ്യവും പ്രവർത്തന രീതിയെയും കുറിച്ചുള്ള രൂപരേഖ ബിന്ദുസാഗർ അവതരിപ്പിച്ചു. വിശിഷ്ട അതിഥികളായി എത്തിയ ഡോക്ടർ നികിത മേനോൻ, നമ്രത ഗോന, സാമൂഹിക പ്രവർത്തകർ എന്നിവരാണ് TDHS ഗ്രന്ഥശാലയുടെ പുനർനിർമ്മാണം നടത്തിയത്. കൂട്ടായ്മയുടെ പ്രാധാന്യത്തെ എടുത്തുപറഞ്ഞ് അഭിനന്ദിക്കുകയും ചെയ്തു. കൂടാതെ കൂട്ടായ്മയ്ക്ക് വേണ്ട സഹായം അവരാൽ കഴിയുന്ന വിധത്തിൽ നൽകാമെന്നവർ പറയുകയുണ്ടായി. കൂട്ടായ്മയ്ക്കു വേണ്ടി വിലയേറിയ സമയം ചിലവിട്ട് സുതാര്യമായതും നിയമാനുസൃതവും എങ്ങനെയാക്കാമെന്നതിനെക്കുറിച്ചുള്ള അംഗങ്ങളുടെ സംശയത്തിൽ വിവരണം നൽകിയ SBI മാനേജർ പനയപ്പള്ളി ശാഖ ശ്രീ ബാലസുബ്രഹ്മണ്യം സാറിന് കൂട്ടായ്മയുടെ പേരിൽ ഗോവിന്ദ് നന്ദി അറിയിച്ചു. അതോടൊപ്പം സാമൂഹിക പ്രവർത്തകരായ നമ്രത, ഡോക്ടർ നികിത എന്നിവർക്ക് ബാലകൃഷ്ണൻ നന്ദി അറിയിച്ചു. ഫെഡറൽ ബാങ്ക് മാനേജറായി റിട്ടയർ ചെയ്ത കൂട്ടായ്മ അംഗം സിന്ധുവിന്റെ ഭർത്താവ് ശ്രീ രാജഗോപാലിന്റെ സാന്നിധ്യം യോഗത്തിന് മുതൽക്കൂട്ടായി. കൂട്ടായ്മ അംഗം ശിവകുമാറിന്റെ പരിജ്ഞാനവും കൂട്ടായ്മയ്ക്ക് ലഭ്യമായി. കൂട്ടായ്മയിൽ നിന്നും ഒരു പുതിയ 21 അംഗ കമ്മിറ്റി നിലവിൽ വന്നു. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR Opticals നിയർ ഫെഡറൽ ബാങ്ക് പള്ളുരുത്തി. സ്പെക്സ് വേൾഡ് ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ കരുവേലിപ്പടി. KR Opticals കമ്പർഷൻ മുക്ക് കുമ്പളങ്ങി.